ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ടൂറിസ്റ്റ് ബസ് മോഡായിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ മച്ചാൻ പറഞ്ഞ പേര് കറക്റ്റായിരുന്നു. ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ടൂറിസ്റ്റ് ബസ് മോഡാണ് ഇറക്കിയിട്ടുള്ളത്. ബ്യൂട്ടി ജോൺ വിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ മോഡും അതുപോലെ തന്നെ ലിവറും ഒക്കെ ഞാൻ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. ഈ വണ്ടിയുടെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ റിയൽ ആയിട്ടുള്ള വീഡിയോ ശരിയാവാത്ത കാരണമാണ്. അതായത് ഇതുപോലത്തെ ലോങ് വീഡിയോസൊക്കെ ശരിയാക്കണ വരെ തൽക്കാലം ഷോർട്ട് വീഡിയോയിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടത്. അതായത് ഇപ്പോൾ ഈ വീഡിയോ ശരിയാവാനായിട്ടായിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടത്. പിന്നെ നമ്മളിപ്പോൾ ടൂർ മോഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഫാമിലി ട്രിപ്പാണ്. മച്ചാനും കൂടെ തന്നെ ഉണ്ട്. അവനവിടെ ഫാമിലിയെ കയറ്റാനായിട്ട് അവിടെ നിൽക്കുകയാണ്. നമുക്ക് ആദ്യം ബസ്സിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ. ശരിക്കും പറഞ്ഞാൽ ഇൻറ്റീരിയർ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഡെക്കറേഷൻ ഒന്നും അധികം ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും കൊന്തയുടെ ഒരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്ത് മിസ്റ്റേക്കാണെന്ന് വെച്ചാൽ സൈഡിലത്തെ, അതായത് ഡോറിൻ്റെ സൈഡിലത്തെ ഗ്ലാസിൻ്റെ കളർ ഗ്രേ ആണ്. മാത്രമല്ല ആ കളർ മിസ്റ്റേക്ക് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് ഫ്രണ്ട് ഗ്ലാസിൻ്റെ കളർ പോലെയല്ല സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ വണ്ടിയുടെ പറഞ്ഞതൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ മിററുടെ സൈഡിലൊക്കെ റോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചേട്ടാ നമുക്ക് പോകണ്ടേ ചേട്ടാ? എല്ലാരും ദേ കേറിയിട്ടുണ്ട്. പോവാ. പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കയറിയില്ലേ? ആരും വിട്ടുപോയിട്ടില്ലല്ലോ? ഇല്ല ചേട്ടാ, ആരും വിട്ടുപോയിട്ടില്ല, എല്ലാരും കേറിയിട്ടുണ്ട്. ചേട്ടൻ ധൈര്യമായിട്ട് വണ്ടി എടുത്തോ. ഓക്കെ. ഈ വഴി ചെറിയൊരു വഴിയാ. നീ ഒന്ന് നോക്കണം വണ്ടി എവിടെയും തട്ടുണ്ടോന്ന്. ഞാൻ നോക്കാം ചേട്ടാ. പോട്ടെ. പോട്ടെ ചേട്ടാ, വിട്ടോ. പോട്ടെ ചേട്ടാ, പോട്ടെ. എടേ, വണ്ടി തട്ടിയാടാ? ഇല്ല ചേട്ടാ, തട്ടിയിട്ടില്ല. ചേട്ടൻ ധൈര്യമായിട്ട് വണ്ടി ഇട്. ചേട്ടൻ ധൈര്യമായിട്ട് വിട്ടോ. ഈ സമയത്ത് വണ്ടികളൊന്നും റോഡിലുണ്ടാവില്ല. വേറൊന്നും കൊണ്ടല്ലേ വിടാത്ത. ആ KSRTC എങ്ങനെ ഫാസ്റ്റായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ വിടാത്ത. നീ പറഞ്ഞ പോലെ ഈ സമയത്ത് വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നേരം വെളുത്ത് വളർന്നുള്ളൂ. പക്ഷെ KSRTC ഭയങ്കര ഫാസ്റ്റായിരിക്കും, എവിടെയും നിർത്തില്ല. വണ്ടികളൊക്കെ കണ്ടമാനങ്ങോട്ട് പേടിപ്പിച്ചളയും സ്പീഡ് കാരണം. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ, ഞാനത് മറന്നു. ചേട്ടൻ ഓർമ്മിപ്പിച്ചത് നന്നായി. ഇപ്പോഴാണ് കാര്യം ഓർത്തേ. നീ ഒരു മ്യൂസിക് ഇട്. ശരി ചേട്ടാ. അല്ലെങ്കിൽ വേണ്ട, മ്യൂസിക് ഇടണ്ട. ഇപ്പം എൻ്റെ മ്യൂസിക് ഇട്ടതിന് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അത് വേണ്ട, അവർ മൈക്ക് കൊടുത്തേക്ക്. മൈക്ക് കൊടുത്തിട്ട് അവരേതെങ്കിലും പാട്ട് പാട്ടെ. ഓക്കെ ചേട്ടാ. പാട്ട് കേൾക്കാത്തതാണ് വലിയ സുഖമില്ല ചേട്ടാ. കോപ്പിറൈറ്റ് വരില്ലടാ. കോപ്പിറൈറ്റ് വരാണ്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അല്ല ചേട്ടാ, സമയം എത്രയായി? സമയം 7 മണിയായി. 6:45 പുറപ്പെട്ടതാ. പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. അടുത്ത ആഴ്ച മുതൽ കോളേജ് തുറക്കും, ക്ലാസ്സും തുടങ്ങും. പിന്നെ പറ്റുകയാണെങ്കിൽ മാത്രമേ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അവധി കിട്ടുമ്പോഴൊക്കെ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. പറ്റുകയാണെങ്കിൽ തന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ പുതിയ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇന്ന് തന്നെ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലെജൻഡിൻ്റെയും ലണ്ടൻ്റെയും ബസ് മോഡ്സൊക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. 2 വീഡിയോസൊക്കെ ഞാൻ കഴിഞ്ഞതിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പിന്നെ ഈ വീഡിയോ റെഡി ആവണ വരെ തൽക്കാലത്തേക്ക് ആ വീഡിയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു ഞാൻ പിന്നെ ആ മോഡ്സും അതുപോലെ തന്നെ ബസ്സുകളൊക്കെ വീഡിയോ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയായി. പിന്നെ ഇതുവരെ ആയിട്ടും ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ കോളേജ് പോവുകയും ചെയ്തു. മാത്രമല്ല ഇന്നൊരാഴ്ച ഓറിയൻറ്റേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിയാക്കാൻ ഇത്തിരി താമസിച്ചു. അല്ല, അവനവിടെ പോയി? അവനവിടെ കിടന്ന് ഉറക്കായ? ഇല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനിവിടെ സീറ്റിൽ ഇരിക്കുകയാണ്. ഇവിടെ അങ്ങ് അടുത്ത് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ.
പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടിയും പറയാനുണ്ട്. ഈ ബസ് മോഡൊക്കെ ഉണ്ടാക്കുന്ന ആപ്പ് ഏതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. പ്രിസ്മ 3D എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. പിന്നെ ആ ഒരു ആപ്പിൽ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടു നോക്കുന്നുണ്ട്. അതുപോലെ സ്വന്തമായിട്ടൊരു മോഡൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഇപ്പുറത്തെ അപ്ഡേഷനും അതുപോലെ തന്നെ ഉള്ളിലത്തെ അപ്ഡേഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ വീഡിയോ ഫാസ്റ്റ് മോഡിൽ ഇടുന്ന കാരണം പിന്നെ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനത് നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ടുള്ള മോഡും അതുപോലെ തന്നെ ലിവറൊക്കെ റിലീസാക്കാൻ പറ്റും. ആഹാ, ചേട്ടൻ സ്വന്തമായിട്ടുള്ള വണ്ടി ഉണ്ടാക്കി അത് ഗെയിമിൽ കയറ്റുമല്ലേ, എന്നിട്ടത് യൂട്യൂബേഴ്സിന് കൊടുക്കുമല്ലേ? ഇപ്പോഴൊന്നും ഉണ്ടാക്കില്ല. അതേപോലത്തെ ലോങ് വെക്കേഷനൊക്കെ കിട്ടുമ്പോഴൊക്കെ നോക്കണം. അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയൊക്കെ ഉണ്ടാക്കും. പുതിയ മോഡൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഡെലിവറീസൊക്കെ ഒന്ന് ചെയ്യണം. എല്ലാം കൂടി റിലീസാക്കിയിട്ട് യൂട്യൂബേഴ്സൊക്കെ കൈമാറണം. എൻ്റെ ആദ്യത്തെ മോഡൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ചെയ്യുന്നില്ല, കുറച്ച് ദിവസം എങ്ങനെ ചെയ്യുന്നുള്ളൂ. എനിക്കും ഒന്ന് പഠിപ്പിച്ച് തരുമോ ചേട്ടാ, എങ്ങനെയാണ് ഈ വണ്ടികളൊക്കെ ഉണ്ടാക്കാന്നുള്ളത്? ഞാൻ പഠിപ്പിച്ചു തരാം. അല്ല, ഇതെന്താ മുമ്പിൽ നിൽക്കുന്ന കാറൊന്നും പോകുന്നില്ലല്ലോ, എന്ത് പറ്റി? ദാ ഇപ്പോൾ പോയി തുടങ്ങി. റോഡിൻ്റെ ഒരു സൈഡിൽ പണി നടക്കുക. ഈ ആയിഷ ട്രക്ക് എന്താ പോവാത്ത? ചേട്ടാ, എനിക്ക് തോന്നുന്നത് ആയിഷയുടെ ട്രക്കുകാരൻ ഓവർ സ്മാർട്ട് ആയതാവും. ഹോൺ അടിച്ചപ്പോൾ പോയത് കണ്ടില്ലേ, ഓവർ സ്മാർട്ട് തന്നെയാ. നീ പറഞ്ഞത് ശരിയാ. അതാ കാറിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാ ഇപ്പോൾ പോയത്. ഇതവൻ ഓവർ സ്മാർട്ട് ആയതാ. ഇപ്പോൾ ഭയങ്കര വെയിലാ, എന്നിട്ടിതാ രണ്ട് സൈഡിലും ചുറ്റും മരങ്ങളൊക്കെ കാണാൻ നല്ല തണുപ്പായിരിക്കും. പിന്നെ റൈറ്റ് സൈഡിലായും കാണാൻ പറ്റില്ല, ഗ്ലാസിൻ്റെ കളറ് ശരിയില്ലാത്ത കാരണം കാണാൻ പറ്റില്ല. ചേട്ടൻ പറഞ്ഞത് ശരിയാ, നമുക്ക് വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെ നിന്നാലോ? അതിപ്പോൾ വേണ്ട, കാരണം ഇപ്പോൾ നമുക്കൊരു യാത്ര കിട്ടിയിരിക്കുക. ഈ വണ്ടിയിൽ ആരില്ലാത്തപ്പോൾ വേറെ ദിവസം വരുമ്പോൾ ഒരുമിച്ച് പോയിട്ട് നമുക്കവിടെ നിൽക്കാം. ശരി ചേട്ടാ. അല്ല ചേട്ടാ, ഇതുവരെയായിട്ടും ഒരു ഓവർടേക്കിംഗ് പോലും നടന്നിട്ടില്ലല്ലോ. ചേട്ടന് ബ്രേക്ക് ഇടാണ്ടിരുന്നൂടെ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാക്സിമം സ്പീഡിൽ പോയാൽ നമുക്ക് വേഗം എത്താൻ പറ്റും. ബ്രേക്ക് ചവിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇറങ്ങിയതാണ്. പക്ഷേ വളവ് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ബ്രേക്ക് ഇടണ്ടാ, ഒന്ന് സ്ലോ ആക്കുകയെങ്കിലും ചെയ്യണ്ടേ. മാക്സിമം സ്പീഡിൽ പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ബ്രേക്ക് ഇടേണ്ടടുത്ത് ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വണ്ടി എവിടെയും കൊണ്ടൊന്ന് തട്ടിയാലോ, വണ്ടി ആക്സിഡൻ്റ് ആവും ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ. ഈ സ്പീഡ് കൂട്ടുന്നതിന് ഓരോ സമയവും രീതിയൊക്കെ ഉണ്ട്. ഒന്ന് വേഗം എത്തിയാൽ മതിയായിരുന്നു. ഇപ്പോൾ സമയം 8 മണിയായി. ഇപ്പോൾ പുറപ്പെട്ടിട്ട് 1-1.25 മണിക്കൂറൊക്കെയായി. 6:45 പുറപ്പെട്ടതാ. ഈ ബസ്സിന് പവർ കുറവാണോ സംശയമുണ്ട്. അതെന്താ ചേട്ടൻ അങ്ങനെ ചോദിച്ചേ? നമ്മുടെ വണ്ടി പ്രൈവറ്റ് ബസ്സിനെക്കാട്ടും സ്പീഡ് കുറവാ. അതെ, ഓവർടേക്ക് ചെയ്ത് പോയി. പക്ഷെ ഞാൻ വളവ് വരുമ്പോഴാണ് സ്പീഡ് കുറയ്ക്കണേ. ഇവരൊന്നും സ്പീഡ് കുറയ്ക്കാൻ ലക്ഷണമില്ല. എൻ്റെ പൊന്നെ, ഇതാ KSRTC ഇതേ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇതാ പ്രൈവറ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമം ലിമിറ്റഡ് ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനാണ് നോക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആരും തമ്മിലുള്ള മത്സരമാണെന്നാ. KSRTC സൂക്ഷിക്കേണ്ടി വരും. ചേട്ടാ, പണിയാവൂ. ഒന്ന് സൂക്ഷിച്ചാൽ മതി. ചേട്ടാ, നമുക്കൊന്ന് സ്പീഡപ്പ് ആയാലോ? ഏതായാലും നമുക്കാവാം, കാരണം ഇതിലായിട്ട് ഓവർടേക്ക് പോലും ചെയ്യാൻ കഴിയില്ലല്ലോ. നമുക്കൊന്ന് സ്പീഡ് കൂട്ടാം വണ്ടിയുടെ. ഈ പറഞ്ഞപ്പോൾ നമുക്ക് സ്പീഡപ്പ് ആവാം. KSRTC നമുക്കതിനെ ഓവർടേക്ക് ചെയ്യണം എങ്ങനെയെങ്കിലും. ചേട്ടാ, സ്പീഡാവട്ടെ. പവർ വരട്ടെ, വണ്ടിക്കൊരു പവർ വേണ്ടേ? വരട്ടെ. എടാ, എനിക്ക് തോന്നുന്നത് ഈ രണ്ട് വണ്ടിയും തമ്മിൽ റേസിങ്ങിലാന്നാ. ഇതേ മുമ്പിൽ നോക്കിയേ, രണ്ട് വണ്ടികളും കൂടിയും ഒരു സൈഡിലേക്ക് പോകുന്നത് കണ്ടില്ലേ? കണ്ടു. ഇവരോടൊപ്പം നമ്മൾ റേസ് ചെയ്യാൻ പോവാ. കാരണം ഇതിൻ്റെ ഒപ്പം ഒരു ടൂറിസ്റ്റ് ബസ്സും കൂടിയും കിടക്കട്ടെ, നമ്മുടെ വണ്ടിയും കൂടിയും കിടക്കട്ടെ ഇവരോടൊപ്പം. ഒന്ന് റേസ് ചെയ്യാം. KSRTC ബസ് വേഴ്സസ് പ്രൈവറ്റ് ബസ് വേഴ്സസ് ടൂറിസ്റ്റ് ബസ്. ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പൊളിച്ചാനെ. അതെ, ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഇങ്ങനെ ഒരു റേസ് ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ ചെയ്യും പറഞ്ഞ.
നമ്മൾ ഓൾമോസ്റ്റ് ഇതാ KSRTCയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. ചേട്ടാ അതെ 2 KSRTC കൂടി കൂട്ടിടിക്കാൻ പോവാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ചേടാ വണ്ടി ഇടിച്ചു, 2 വണ്ടിയും തമ്മിൽ കൂട്ടിടിച്ചു. ഇതൊക്കെ സൂക്ഷിക്കണ്ട അമ്പാനെ. അപ്രതീക്ഷിതമായി 2 KSRTCയും തമ്മിൽ കൂട്ടിടിച്ചു ഗൈസ്. കുറച്ചു പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു ഗൈസ്. വണ്ടിക്ക് അത്യാവശ്യം പവർ കൂടിയിട്ടുണ്ട്. ചേട്ടാ നമ്മളൊന്ന് വണ്ടിയെ മോട്ടിവേറ്റ് ചെയ്താൽ വണ്ടിക്ക് പവർ താനെ കൂടിക്കോളും. അത് ശരിയാ, എനിക്കെന്താണോ ഈ ബുദ്ധി നേരത്തെ തോന്നാൻ. അല്ല ചേട്ടാ, നമുക്ക് ആ പ്രൈവറ്റ് ബസ്സിനെ ഒന്ന് ഓവർടേക്ക് ചെയ്താലോ? വേണമെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. അല്ല ചേട്ടാ, ഇനി എത്ര വഴിയുണ്ട് നമ്മുടെ സ്ഥലത്തെത്താൻ? ഇനി കുറച്ച് വഴിയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യേണ്ടി വരില്ല. കാരണം ഇനി ടൗൺ എത്താൻ ഇനി കുറച്ച് വഴിയേ ഉള്ളൂ. നമ്മുടെ ടൗൺ ഇതാ എത്തിയിട്ടുണ്ട്. അല്ല ചേട്ടാ, നമ്മൾ പറഞ്ഞ സ്ഥലം എവിടെയാണ്? എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് വഴിയും കൂടെ ഉള്ളൂ. ഞാൻ ആ മാപ്പ് ഒന്ന് എടുത്ത് നോക്കട്ടെ, എവിടെയാണ് ഉദ്ദേശിച്ച സ്ഥലം എന്ന്. ചേട്ടാ എത്താറായ? പക്ഷെ മാപ്പിൽ കാണിക്കുന്നത് ഇനിയും കുറച്ച് വഴിയും കൂടിയും പോകണമെന്നാണ് പറയുന്നത്. എങ്ങാനും എത്തുവോ? ആടാ എത്തും, എത്താതിരിക്കില്ല. നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. സ്ഥലം എത്താറായോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. റൈറ്റിലേക്ക് ആ വഴി തിരിഞ്ഞാൽ മതി. ലെഫ്റ്റ് സൈഡിൽ റിവർ കാണുന്നുണ്ട്. അവിടെ എത്തിയോ ചേട്ടാ? ആ എത്തി. നമുക്ക് ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം. പോട്ടെ ചേട്ടാ, പോട്ടെ. പോട്ടെ ചേട്ടാ, പോട്ടെ. റൈറ്റിലേക്ക് കുറച്ച് തിരികെ ചേട്ടാ. മതി. പോട്ടെ ചേട്ടാ, പോട്ടെ. തൽക്കാലം നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. ഇറങ്ങിക്കോ, എല്ലാവരും ഇറങ്ങിക്കോ. അപ്പോൾ ഗൈസ്, എത്രത്തോളമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൂർ മോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ കളിച്ച ടൂർ മോഡായിരുന്നു, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ സ്ഥലം മാളാണ്, ലുലു മാള് പോലത്തെ ഒരു മാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബസ് യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.